ലോകമെമ്പാടുമുള്ള പോസ്റ്ററുകളിലും ടീഷർട്ടുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ മുഖം ഒരു വിപ്ലവത്തിന്റെ പ്രതീകമാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാൾ ഏണസ്റ്റോ ചെ ഗുവേര. ഒരു ഡോക്ടറാവാൻ മോഹിച്ച ഒരു യുവാവ് എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗറില്ല പോരാളിയും പിന്നീട് ഒരു രക്തസാക്ഷിയുമായി മാറിയത്? 1928-ൽ അർജന്റീനയിലെ ലൊസാരിയോയിൽ ഏണസ്റ്റോ ഗുവേര ലിഞ്ച് എന്ന പേരിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ഏണസ്റ്റോ ഗുവേരയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ കടുത്ത ആസ്മ രോഗം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് മാറി വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. എന്നാൽ ഈ രോഗം അദ്ദേഹത്തിന്റെ സാഹസികതയെ തളർത്തിയില്ല. ഒരു ഡോക്ടറാൻ ആഗ്രഹിച്ച അദ്ദേഹം ബ്യൂണസ് എയറസിലെ സർവകലാശാലയിൽ വൈദ്യശാസ്ത്രം പഠിച്ചു. 1952-ൽ അദ്ദേഹം തന്റെ സുഹൃത്തായ ആൽബർട്ടോ ഗ്രനാഡോസിനൊപ്പം ഒരു മോട്ടോർ സൈക്കിളിൽ ലാറ്റിൻ അമേരിക്ക മുഴുവൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ലക്ഷ്യം ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്നതായിരുന്നു. ഈ യാത്രയിൽ അദ്ദേഹം കണ്ടത് കൊടും ദാരിദ്ര്യവും ചൂഷണവും അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങളുമായിരുന്നു. ഈ യാത്ര അദ്ദേഹത്തെ ഒരു ഡോക്ടറിൽ നിന്ന് വിപ്ലവകാരിലേക്ക് രൂപാന്തരപ്പെടുത്തി. ഈ യാത്രയെക്കുറിച്ച് അദ്ദേഹം പിന്നീട് എഴുതിയ ഡയറി കുറിപ്പുകളാണ് പ്രശസ്തമായ മോട്ടോർ സൈക്കിൾ ഡയറീസ്. 1955-ൽ മെക്സിക്കോയിൽ വെച്ച് ക്യൂബൻ വിപ്ലവകാരി ഫിഡൽ കാസ്ട്രോയെ അദ്ദേഹം കണ്ടുമുട്ടി. ക്യൂബയിലെ ഏകാധിപതിയായ ഫുൾജെൻസിയോ ബാറ്റിസ്റ്റയെ പുറത്തേക്കാനുള്ള പോരാട്ടത്തിൽ ചേരാൻ ചെ തീരുമാനിച്ചു. ചെ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്.